ജമ്മു കശ്മീരിൽ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. 5 മണിവരെ 65% പോളിംഗ് രേഖപ്പെടുത്തി. 40 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. 1990 ശേഷം ഇത്രയും സുരക്ഷിതമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യമായെന്ന് BJP നേതാവ് അൽതാഫ് താക്കൂർ പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, കശ്മീരിലെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. 5 മണിവരെ ഉള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ 65% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ജമ്മു കാശ്മീരിൽ അവസാനഘട്ട വോട്ടെടുപ്പ്, മൂന്നാം ഘട്ട വോട്ടെടുപ്പ് 6 മണിയോടുകൂടി പൂർത്തിയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരങ്ങൾ പ്രകാരം 5 മണിവരെ മാത്രം 65% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 3 ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 6 മണി വരെയുള്ള കണക്കുകൾ അടുത്ത നിമിഷങ്ങളിൽ പുറത്തു വരുമ്പോൾ 70%-നടുത്തേക്ക് പോളിംഗ് മൂന്നാം ഘട്ടത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉദ്ധംപൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇത്തവണ ഈ മൂന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 72% മുകളിലാണ് ഉദ്ധംപൂർ മേഖലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ സാധിക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും സമാധാനപരമായി അക്രമ സംഭവങ്ങളില്ലാതെ കൃത്യതയോടുകൂടി വോട്ടെടുപ്പ് നടത്താൻ സാധിച്ചു എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. വോട്ടിംഗ് ശതമാനം, ഒപ്പം ഈ 3 ഘട്ടങ്ങളിലുമായി നടന്നതിന്റെ ആകെ പോളിംഗ് ശതമാനവുമെല്ലാം അല്പസമയത്തിനകം തന്നെ പുറത്തുവരും. ഏതായാലും വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടം വോട്ടെടുപ്പുകളും പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇന്ന് ജമ്മു മേഖലയിലെ 24 മണ്ഡലങ്ങളും കശ്മീർ മേഖലയിലെ 16 മണ്ഡലങ്ങളും ഉൾപ്പെടെ 40 മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ മാസം 25-ാം തീയതിയും ഒന്നാം ഘട്ടം കഴിഞ്ഞ മാസം 18-ാം തീയതിയുമായി അത്തരത്തിൽ 3 ഘട്ടങ്ങളിലായി ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. തീർച്ചയായും ഇനിയും ഏത് രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുകളും ഒപ്പം മറ്റ് സഖ്യ നീക്കത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകും. ഈ മാസം 8-ാം തീയതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരാനുള്ളത്. ഏതായാലും മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 65% മുകളിലാണ് പോളിംഗ്. ഉദ്ധംപൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടെടുപ്പ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ജമ്മു കാശ്മീരിൽ നിരവധി പ്രത്യേകതകളുണ്ട്. ഒന്ന്, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒപ്പം പോളിംഗ് ശതമാനത്തിൽ ഉള്ള വലിയ ജനപങ്കാളിത്തം, വലിയ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതും പ്രചാരണം തൊട്ട് വോട്ടെടുപ്പ് വരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെല്ലാം തന്നെ നിർഭയമായി കശ്മീർ ജനത പങ്കെടുത്തുകൊണ്ട് കശ്മീർ ജനതയുടെ പങ്കാളിത്തത്തോടുകൂടിയും വോട്ടെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ മാസം 8-ാം തീയതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്നത്. ജമ്മു സെക്ടറിൽ 43-ഉം കശ്മീരിൽ ബാക്കി മണ്ഡലങ്ങളുമായി 90-അംഗ നിയമസഭയിൽ 45-ന് മുകളിലേക്ക് സീറ്റുകൾ നേടിക്കൊണ്ട് ആർക്കെങ്കിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിക്കുമോ? അതല്ലെങ്കിൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം പുതിയ സഖ്യ രൂപീകരണവും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും ജമ്മു കാശ്മീരിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. നിലവിൽ വോട്ടെടുപ്പിന് മുൻപേയുള്ള അഭിപ്രായ സർവേകളാണെങ്കിലും അതല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതും ഒരു പാർട്ടിക്കും വ്യക്തമായൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ജമ്മു കാശ്മീരിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധിക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടും വിലയിരുത്തലുകളുമാണ് നിലവിൽ പുറത്തുവരുന്നത്. അത്തരത്തിലാണെങ്കിൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം പുതിയ സഖ്യ രൂപീകരണ ചർച്ചകളും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുന്നതും നമുക്ക് ജമ്മു കാശ്മീരിൽ കാണാൻ സാധിക്കും. നിഖിൽ. ശരി ജിഷ്ണു, ജമ്മു കാശ്മീരിൽ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. 5 മണി വരെ ഉള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ 65% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂട്ടൽ കിഴിക്കൽ ഒക്കെയായിട്ട് മുന്നണികൾ മുന്നിലേക്ക് പോകും. എന്തായാലും 8-ാം തീയതിയാണ് ജമ്മു കാശ്മീരിലെ ഫലം വരുന്നത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.